ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ആള് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്ന ആൾക്ക് നിങ്ങളുടെ അടുത്ത് പണ്ട് നിങ്ങളായിരുന്നു അവരുടെ, അല്ലെങ്കിൽ പണ്ടെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ കുറെ നാൾ മുമ്പോ നിങ്ങളായിരുന്നു അവരുടെ ഒരു അട്രാക്ഷൻ. നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ, അറ്റാച്ച്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആകർഷിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സംസാരമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളായിരിക്കും, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നല്ല ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു അട്രാക്ഷൻ, അറ്റാച്ച്മെന്റ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പഴയതുപോലെ വരുന്നില്ല. പഴയതുപോലെ അത് ചിലപ്പോൾ സംസാരിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മെന്റലി ഉള്ള ഒരു അറ്റാച്ച്മെന്റോ അട്രാക്ഷനോ കാര്യങ്ങളായിരിക്കാം. അത് പഴയതുപോലെ അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഇപ്പൊ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഇപ്പൊ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുണ്ട്, പക്ഷെ നിങ്ങളോട് പഴയ പോലെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളോട് പഴയ ഒരു വൈബ് അങ്ങോട്ട് വരുന്നില്ല. കാരണം ഒരു കാര്യത്തിൽ, അതായത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻ, അത് അതിൽ ഇങ്ങനെ എന്താ പറയാ, അതിലിങ്ങനെ വരിഞ്ഞു മുറുക്കി ഇരിക്കുന്ന പോലത്തെ ഒരവസ്ഥ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിൻ്റെ അകത്ത് തന്നെ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും, പല പ്രവർത്തികൾ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ അല്ലെങ്കിൽ വൈഫാണോ, അങ്ങനത്തെ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ കൂടെ താമസിക്കുന്നവരാണെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൂടെ ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും എന്താ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിനെ പോലെയുള്ള ഒരു പെരുമാറ്റം. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ട് ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത വ്യക്തിയാണ്, ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധമില്ലാതെ ഒരു നോക്കൗട്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പല കാര്യങ്ങളും കാണുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മറ്റുള്ളവർ പറഞ്ഞറിയുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ, ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും വഴിയിൽ കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മച്ചമ്പി അറിയുന്നുണ്ട്, പക്ഷെ ഒന്നിലും അങ്ങോട്ട് ഇൻവോൾവ് ആവുന്നില്ല. ഒന്നിലും നിങ്ങളെ സഹായിക്കണമെന്ന് ഉള്ളിൽ തോന്നിയാൽ പോലും അങ്ങോട്ട് പുറത്തോട്ട് വന്നൊരു സഹായിക്കാൻ പറ്റാത്ത, അല്ലാന്നുണ്ടെങ്കിൽ ചങ്ങലക്ക് ഇട്ട് ബന്ധനം നേരിടുന്ന ഒരു സിറ്റുവേഷൻ, മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് കയറി വരാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായിട്ടുള്ള നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫിൽ
പെട്ടെന്നുള്ള ഏതെങ്കിലും ഒരു അതായത് പെട്ടെന്നുള്ള ഏതെങ്കിലും ഒരു കണക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഒരു എന്താ പറയാ, ഒരു പുറത്തോട്ടുള്ള ഏതെങ്കിലും ഇൻവോൾവ്മെന്റ്, പുറത്തുനിന്നുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ്. അപ്പൊ ചെറുതായി ചെറുതായി തുടങ്ങി അതൊരു ചിലപ്പോൾ അവരെ സഹായത്തിന്റെ പേരിൽ അവരെ എന്തെങ്കിലും സഹായിച്ചു തുടങ്ങിയതോ അവർക്ക് എന്തെങ്കിലും ഒരു മെന്റലി സപ്പോർട്ട് കൊടുത്തതോ ആയിട്ടുള്ള ഒരു ഇത് ഇതിൽ തുടങ്ങിയതാണ്. പക്ഷെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഒരു ചായ്വായി പോയി. അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങോട്ട് പിടിച്ചെടുക്കുക ഫുള്ളായിട്ട്. അതായത് ചെറിയൊരു ഈ പരുന്ത് ഇര പിടിക്കുന്ന കണ്ടിട്ടില്ലേ, അപ്പോ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരൊറ്റപ്പെടുത്തം, ഒരൊറ്റപ്പെടുത്തത്തിൽ ഇങ്ങനെ എടുത്തോണ്ട് പോകും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാതെ ആണെന്ന് പറയാം. പക്ഷെ ഈ പരുന്തിര പിടിക്കുന്നത് ഇരക്കറിയില്ലല്ലോ. പരുന്തിന് നല്ല എന്താ നന്നായിട്ട് ഒബ്സർവേഷൻ ആണ്, പല കാര്യങ്ങളുമാണ്. പക്ഷെ ഇവിടെയുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ സിറ്റുവേഷനിൽ പെട്ടുപോകുന്നു മച്ചമ്പി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി വിചാരിച്ചില്ല. പൂർണ്ണമായിട്ട് അവിടെ തളയ്ക്കപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് അവിടെ അനങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകും. പിന്നെ എല്ലാം അവരുടെ, അതായത് എൻ്റെ എല്ലാ പരിപാടിയും പിന്നെ അവര് തീരുമാനിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ഉള്ളതിൽ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ചിന്തിച്ചിട്ടില്ല. അത് ഒരു ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ തുടങ്ങിയതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ തുടങ്ങി 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 വലിയ 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 കാര്യങ്ങളിലോട്ട് പതിയെ പതിയെ നിങ്ങളും അറിഞ്ഞില്ല, ഈ വ്യക്തിയും അറിഞ്ഞില്ല, അങ്ങനെ പല ഒരു വലിയ വലിയ ആനക്കാര്യത്തിലോട്ടൊക്കെ വന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളും നിങ്ങൾ ഇപ്പൊ എന്താ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പരിപാടികളൊക്കെ അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം, ഈ വ്യക്തിയുടെ ഫിസിക്കൽ കാര്യങ്ങളിൽ വ്യത്യാസം, അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, പരിപാടികൾ നിങ്ങൾക്ക് വ്യത്യാസമായിട്ടൊക്കെ തോന്നിയത്. അത് പിന്നെ പിന്നെ അത് പതിയെ പതിയെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾക്ക് സംശയങ്ങൾ വരാൻ തുടങ്ങി. കാരണം നമുക്ക് സ്നേഹം കൂടുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സ്നേഹം കുറയുമ്പോഴാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വൈകിയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയിലും നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. കാരണം ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു സമാധാനപരമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു എന്ന് പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ആലോചനയുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് നല്ല രീതിക്ക് കുറച്ച് നുണ പറഞ്ഞിട്ടുണ്ട്. അതായത് തൽക്കാല ശമനം, തൽക്കാല രക്ഷപ്പെടലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൽക്കാലപരമായിട്ടുള്ള, എല്ലാം തൽക്കാലമാണ്, ആ തൽക്കാലപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് അതായത് സാഹചര്യം ഇതാണ്, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കൂ, സാഹചര്യം എൻ്റെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ, അതായത് നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല നുണകളും പറഞ്ഞു, പലതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിതാക്കിയിട്ടുണ്ട്. അത് പക്ഷെ അത് ഒരു ചതി എന്നുള്ള ഒരു കാര്യത്തിലോട്ട് പതിയെ പതിയെ ആണ് അത് എൻ്റർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അത് എന്തിന് ഞാൻ ചെയ്തു, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നല് ഇപ്പൊ വരുന്നുണ്ട്. ഒരു ബോധം, ഒരു പുകമറ പോലെ ഇരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ദൈവമേ ഇതൊക്കെ നടക്കുന്നത്, എന്തൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞാൻ എന്താണ് ഞാൻ ചെയ്തു കൊടുക്കാത്തത്, ഞാനൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള സപ്പോർട്ടില്ലേ, മോറൽ സപ്പോർട്ടില്ലേ, എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ചിന്തിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് പോയി, അല്ലെങ്കിൽ എന്താണ് എനിക്കുള്ള കുറവ്, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, എൻ്റെ സ്വഭാവം ശരിയാക്കണമോ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്.
കാരണം നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനി പ്രവർത്തിക്കുമെന്നും നിങ്ങളുടെ കൂടെ ആരൊക്കെ നിൽക്കുമെന്നും നിങ്ങൾ ഏതൊക്കെ വഴി ഏതൊക്കെ രീതിയിൽ പോകുമെന്നും നിങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ ഈ വ്യക്തിക്കറിയാം. മനസ്സിലായോ? നിങ്ങളുടെ ആ ഒരു എന്താ പറയാ A to Z കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഒരു മനുഷ്യന്റെ ഹെഡ് തൊട്ട് ഫുട്ട് വരെ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഈ വ്യക്തി അരച്ച് കലക്കി പഠിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, ആ ഒരു കാര്യം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് നല്ല മാനസികമായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും മെന്റലി അല്ലെങ്കിൽ മോറൽ സപ്പോർട്ട് തന്ന ആളുകളായിരിക്കും ഈ നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പലയിടത്തുനിന്നും നിങ്ങൾ ഇപ്പൊ ചില ആളുകളുടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലർക്ക് അതൊരു ബുദ്ധിമുട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ മെന്റലി ഡിപ്രഷനിലോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കിടപ്പിലാകുന്ന മാനസിക ബുദ്ധിമുട്ട് വന്ന് കിടപ്പിലാവുന്ന സിറ്റുവേഷൻ വരെ വരും. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന കാഴ്ച, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യത്തിനോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്ക് പല കാര്യങ്ങളും നടത്തിയെടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ പഴയതൊക്കെ ഒന്ന് ഹീൽഡാക്കി അതായത് പുതിയൊരു ജീവിതം കെട്ടി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിന് വേണ്ടി ഓടുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെയൊക്കെ പല നുണകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പല പരിപാടികളും ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് ഇങ്ങനെ പോവാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിലും എൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നല്, ഒരു ചെറിയൊരു പൊസസീവ്നെസ്. കാരണം ഈ ആളെ കൊണ്ടേ നിങ്ങൾ ജീവിക്കൂ എന്നുള്ളൊരു തോന്നലുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തിക്ക്. ഈ ആളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒന്നുമല്ല എന്നുള്ള ഒരു ഇതും ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തിക്ക് നിങ്ങളുടെ മച്ചമ്പിക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഈ വ്യക്തിയുടെ ഒരു ശൂന്യത കൂടെ ഉണ്ടെങ്കിലും ഈ വ്യക്തി ഭാവിയിൽ ഇനി എന്തെങ്കിലും പരിപാടികളൊക്കെ ഒപ്പിക്കുവോ, ഭാവിയിൽ ഇനി എൻ്റെ കൂടെ നിൽക്കുവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഉത്കണ്ഠ, ഒരു ആൻസൈറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഈ വ്യക്തിനെ പറ്റി നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ ടോട്ടലി മാനസികമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഉള്ളിൻ്റെ അകത്ത് ഒതുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുറമെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ചെയ്തു കൊടുക്കേണ്ട, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾ ഇപ്പൊ ഫുഡ് കഴിക്കുക, സമയത്ത് ഫുഡ് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോവുക വരിക, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ജീവിക്കുന്ന പല ആളുകളും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ എവിടെയും തളർന്നു വീഴാതെ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യം. അപ്പൊ അത് എന്താ പറയാ ഈ വ്യക്തി ഇല്ലാതെയും എല്ലാ പരിപാടിയും നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങള്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഈ ഇടക്കിടക്ക് വന്നിട്ട് ഇപ്പൊ ഒരു വന്നു കഴിഞ്ഞ് ഇപ്പൊ ചില ആളുകള് ഇടക്ക് നല്ല സ്വഭാവമായിരിക്കും. പിന്നെ അത് അവരുടെ അടുത്തോട്ട് ഫുള്ളായിട്ട് നിങ്ങളായി കഴിയുമ്പോ പിന്നെയും പഴയ പോലെ പണ്ടത്തെ ശങ്കരൻ പിന്നെയും തെങ്കിലും എന്ന് പറയണ പോലെ പിന്നെയും ആ ഒരു സ്വഭാവം, പഴയ ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങും. പിന്നെയും അത് മറന്ന് ഒരുമാതിരി റിക്കവേർഡ് ആവുമ്പോ പിന്നെയും ഈ ഇങ്ങേര് അല്ലെങ്കിൽ ഈ സ്ത്രീ പിന്നെയും പുള്ളിക്കാരത്തിയുടെ ആ ഒരു ചെറിയ മനസ്സിൻ്റെ അകത്തുള്ള ചെറിയ കുഞ്ഞു കള്ളത്തരങ്ങളും ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തുടങ്ങും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ പല സിറ്റുവേഷൻസും നിങ്ങൾ അംഗീകരിച്ചു, അത് ഇവർക്കും അറിയാം.
പല കാര്യങ്ങളും പല നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത പല വിധത്തിലുള്ള സിറ്റുവേഷൻസും, അതായത് ഒരു ക്ലിയർ പിക്ചർ പോലെ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ പോലെ നിങ്ങളുടെ മുന്നിൽ പലതും നടന്നു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ടാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ റിക്കവേർഡ് ആക്കാൻ നോക്കുവാണ്, ഹീൽഡ് ആക്കാൻ നോക്കുക. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടി, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വ്യക്തത വരുത്തിയൊക്കെ നിങ്ങളൊന്ന് അതിൽ നിന്ന് റിക്കവേർഡ് ആകാൻ നോക്കുവാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യമുണ്ട്. ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും, ഇക്കരെ വലിയ ഇതില്ല, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. അപ്പുറത്ത് നിൽക്കുമ്പോൾ തോന്നും, അയ്യോ ഇവിടെ വലിയ ഇതില്ല. അക്കരെ പച്ച പോലത്തെ ഒരു സ്വഭാവം ചില സമയത്ത് കാണിക്കും, ചില സമയത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി കൂടുതലും ചിന്തിക്കുന്നത് മറ്റുള്ളവരെ പറ്റിയല്ല, അവരവരെ പറ്റിയാണ്. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പറ്റിയും ചിന്തിക്കണം. നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് നമ്മളെ കൊണ്ട് ആവശ്യം, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നില്ലേ, അതൊക്കെ ഒന്ന് ചിന്തിക്കണം. ചില കാര്യത്തിൽ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ പുള്ളിക്കാരൻ അവരുടെ ഉയർച്ച, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവരുടേതായിട്ടുള്ള ബന്ധങ്ങൾ, അവരുടേതായിട്ടുള്ള കുറച്ച് പരിപാടികൾ, കുറച്ച് അതായത് ഇത്തിരി എന്താ പറയാ, ഇത്തിരി തേങ്ങാക്കൊല പരിപാടികൾ മനസ്സിലായേ, ഇത്തിരി അൽത്തുപുൽത്തു പരിപാടികളുണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ ഇത്തിരി ഇൻവോൾവ്മെന്റ് ആവുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കയറി വരുന്നത്. ഈ അങ്ങനത്തെ പരിപാടികൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെയാണ്. മനസ്സിലായോ? കാരണം നിങ്ങളുടെ അടുത്ത് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു എന്താണ്, സുഖമാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഭാവി പരിപാടി എന്താണ് എന്ത് ചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ ചോദിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു കോണ്ടാക്റ്റിനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട് വരണമെന്നും. എന്തുകൊണ്ട് എനിക്ക് ഇവരിൽ നിന്നുള്ള ആ ഒരു വൈബ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാ പരിപാടിയും, ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ്, നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയത്, ഞാൻ എന്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ബോധം. മനസ്സിലായോ? ഞാനിപ്പോൾ ആ ഒരു എൻ്റെ ഈ ശരിയും തെറ്റുമുള്ള ഒരു ബുദ്ധിമുട്ടും കൊണ്ട് എന്നെയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിലും സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ അത് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമോ അതായത് തന്നെ കൊല്ലുന്ന ഒരു പരിപാടിയിലോട്ടായിരിക്കുമോ ഞാൻ പോകുന്നത് എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ പോയി. മനസ്സിലായോ? അത് എന്നെ തന്നെ കൊല്ലുവോ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവോ, എനിക്ക് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുവോ, അങ്ങനത്തെ ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ പ്രവർത്തിച്ച കാര്യമായിപ്പോയി. കാരണം മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനോ പ്രവർത്തിക്കാനോ എല്ലാ ചിന്തകൾ ഒരുപാട്, മറ്റുള്ളവരെക്കാളും ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴാണ് അതൊരു പൊട്ടിത്തെറി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വരുന്നത്. മനസ്സിലായോ? അതൊരു പൊട്ടിത്തെറി, അതൊരു കേൾക്കുമ്പോൾ നിങ്ങൾക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ
അതായത് നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് പറയാൻ തുടങ്ങി. എനിക്കിങ്ങനെ എന്നോട് കാണിച്ചില്ലേ, ഇനി എന്നോട് അങ്ങനെ എന്താണ്, പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആള് ഉള്ളിലറിയാം, ഉള്ളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊരു ബോധവും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് ചില ആളുകൾ സമ്മതിക്കും, ചില ആളുകൾ തീരെ സമ്മതിക്കത്തില്ല. ചില ആളുകൾ അവരുടെ ഐഡന്റിറ്റിക്ക് കോട്ടം തട്ടും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫിഗറിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ പറയുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾക്കൊരു പൊസസീവ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ സമയങ്ങൾ നിങ്ങളുടെ കൂടെ കടന്നു പോയിട്ടുമുണ്ട്, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട്. ഒരു കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ബന്ധമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ചില ആളുകൾക്ക് ബന്ധം പുതുക്കണം, അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ? ചില ആളുകൾ ഇപ്പൊ എന്തായി, എന്നെ ഇട്ടിട്ട് പോയതല്ലേ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവര് കുറ്റവും കുറവും പറഞ്ഞ് അളക്കുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ നിങ്ങളുടെ ഈ ആൾക്കുണ്ട്. ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ, എന്നെ കുറ്റപ്പെടുത്തുമോ, എന്നെ അങ്ങനെ കാണിക്കുമോ. കാരണം ഇപ്പൊ നേരെ മറിച്ച് നിങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളില്ല. മനസ്സിലായോ? നിങ്ങൾ തീർന്ന് ഫിനിഷാണ്. അതൊക്കെ ഇവര് തീർക്കും. അതാണ് അതിന്റെ ഒരു കാര്യം. അതേസമയം ഇവരായതുകൊണ്ട് നിങ്ങൾക്ക് ഇവരോട് നല്ല സ്നേഹക്കൂടുതലും അടുപ്പവും മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരു ഇന്റിമസി കൂടുതലുള്ളത് കൊണ്ട് പോട്ടെ, സാരയില്ല, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും, അല്ലെങ്കിൽ ഇവര് വരട്ടെ, ഞാൻ കാത്തു നിൽക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് വന്നില്ലേലും വേണ്ടിയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു കാര്യം ഒന്ന് പോയി, എന്നെ ഒരു ഞാൻ എങ്ങനെയാണോ പഴയ ഒരു ലൈഫിൽ നന്നായിട്ട് ജീവിച്ച അതുപോലെ ആയാൽ മതി. ചില ആളുകൾക്ക് സാരയില്ല, പോട്ടെ, എങ്ങനെയെങ്കിലും ശരിയാകുമായിരിക്കും, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് വന്നാ മതി എന്നുള്ള ആലോചിച്ചിരിക്കുന്നവരും ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിക്ക് കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്ത് കാണിച്ചു, എന്ത് കാണിക്കണ്ടായിരുന്നു, ഇനി എന്ത് കാണിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചാൽ എനിക്ക് ഭാവിയിൽ എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകും, ഇപ്പോഴും ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ, ആരെക്കൊണ്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധോദയം. അതായത് ഇപ്പൊ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എന്താ പറയാ, ഒരു 1000 വാട്ടിന്റെ ബൾബ് ഇട്ട് പ്രകാശിപ്പിക്കുന്ന പോലെ പ്രകാശം പരത്തുന്ന പ്രകാശം കൊള്ളാം. അങ്ങനത്തെ ഒരു പ്രതീതി. അപ്പൊ പെട്ടെന്നാണ് സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്നാണ് ചേടാ എന്താണ് ബോധം വന്നല്ലോ എന്നുള്ള രീതിയിൽ ആയിപ്പോയത്. ചില കാര്യങ്ങൾ ചില ജീവിതത്തിൽ മറ്റുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് അയ്യോ കൂടെ നിന്ന ആളുകളൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളാണല്ലോ, ഞാൻ അവരുടെ അടുത്ത് രാജാവായിട്ടാണല്ലോ നിന്നത്, അവരെന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ള ബോധമൊക്കെ വരുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് അതിനെ നിങ്ങൾ തമ്മിൽ അടുക്കാതിരിക്കാനായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു എന്താ പറയാ, ഈ കുശുമ്പ്, അസൂയ അങ്ങനെയൊക്കെ ഉള്ളത് ഈ പറയണ പോലെ 2050 ആയാലും ഈ കുശുമ്പ് അസൂയൊന്നും പോകുന്ന എനിക്ക് തോന്നണില്ല കേട്ടോ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി മാറി വന്നു കഴിഞ്ഞാലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.